മാവേലിയുടെ പേരിന് കളങ്കം ചാർത്തിയ സർക്കാരിന് പിണറായി ഗവൺമെന്റ് ചരിത്രത്തിൽ അറിയപ്പെടുമെന്ന് കെ ജയശങ്കർ. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടും മെയിന്റനൻസ് ഗ്രാന്റും വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടും കടങ്ങോട് പഞ്ചായത്ത് ഇടതുഭരണ സമിതിയുടെ വികസന മുരടിപ്പിനെതിരെ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ സംഘടന ചുമതല വഹിക്കുന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ ജയശങ്കർ. പ്രാദേശിക വികസനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന പിണറായി ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാൻ വന്ന പ്രതിപക്ഷത്തിന് നിരന്തരം തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട സാഹചര്യങ്ങളാണ് പിണറായിയുടെ ഇടത് ഗവൺമെന്റ് നാട്ടിൽ സൃഷ്ടിക്കുന്നതെന്ന് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടിയ സർക്കാർ നിലപാടിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം തുറന്നടിച്ചു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. സ്വാഗതം ആശംസിച്ച ചടങ്ങിന് പഞ്ചായത്ത് അംഗങ്ങളായ സൈബുന്നീസ ഷറഫു, രജിത ഷാജി അമ്മാട്ട്, കോൺഗ്രസ് നേതാക്കളായ സലാം വലിയകത്ത്, മജീദ് മാസ്റ്റർ, AK അബ്ദുൽ കരീം, MP സിജോ, ബിജു ആദൂർ, സുനിൽ കുമാർ, ജസീർ കടങ്ങോട്, MS അഷ്റഫ്, VY മുഹമ്മദ് അലി, KM സുഭാഷ്, രാമകൃഷ്ണൻ മേലെപുരയ്ക്കൽ, രഞ്ജു മാസ്റ്റർ, അക്ഷയ് വെള്ളറക്കാട്, അനീസ് ചെമ്പറയൂർ, VM ഇബ്രാഹിം, ഷൈൻ രാജ് എന്നിവർ പ്രസംഗിച്ചു. അമ്മമാരെയും സഹോദരിമാരെയും പരിഹസിച്ചുകൊണ്ട് ആട്ടിപ്പായിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിനകത്തുണ്ടാകുന്നു. വിപണിയിൽ ഇടപെട്ടുകൊണ്ട് അവശ്യ സാധനങ്ങളുടെ വില നിലവാരം പിടിച്ചു നിർത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റിനെ അതിന്റെ ചുമതലയില്ല എന്ന് കോൺഗ്രസും കേരളത്തിലെ ജനതയും ചോദിക്കുകയാണ്. 13 സബ്സിഡി സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് വിതരണം ചെയ്യേണ്ട മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങളില്ലാതെ പാവപ്പെട്ട ജനത മടങ്ങുമ്പോൾ എവിടെയാണ് ഒരു സർക്കാർ കേരളത്തിലുള്ളത്? ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുവാൻ ഒരു നായകനുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. വസ്തുനികുതി കൂട്ടിയ ഒരു ഗവൺമെന്റ്, വീടിന്റെ പെർമിറ്റ് ഫീസ് കൂട്ടിയ